ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. സോ ഇനി വരും വീഡിയോകളിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് രണ്ട് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റും പിന്നെ അതേപോലെ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റും. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ വെബ്സൈറ്റിൻ്റെ കാണുന്ന ഇൻ്റർഫേസാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റിൽ. അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ HTML, CSS, ജാവാസ്ക്രിപ്റ്റ്. ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റിൽ വരുന്ന വേറൊരു റോളാണ് UI UX ഡിസൈനിങ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഫ്രണ്ട് എൻഡിനെ ഒരു ഡിസൈൻ ഉണ്ടാക്കുക. അതാണ് UI UX ഡെവലപ്പേഴ്സ് ചെയ്യുന്നത്. അവർ ആ ഒരു ഡിസൈൻ ലേഔട്ട് സെറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സിന് കൊടുക്കും. ആ UI UX ഡിസൈൻ അതിപ്പോൾ ഫിഗ്മ അങ്ങനത്തെ സോഫ്റ്റ്വെയറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുക. അത് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിസൈൻ യൂസ് ചെയ്തിട്ട് അവർ ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യും. HTML, CSS, ജാവാസ്ക്രിപ്റ്റും യൂസ് ചെയ്തിട്ട്. അത്രയാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റിൽ വരിക. ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് വരുമ്പോൾ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റിൽ നമുക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. Node.js, Python അതുപോലത്തെ ലാംഗ്വേജസ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോവുക Node.js ആയിരിക്കും. Node.jsലായിരിക്കും നമ്മൾ ബേസിക്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ബാക്ക് എൻഡ് സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ Node.jsലായിരിക്കും പറഞ്ഞു തരിക. പിന്നെ അതിൽ ബാക്ക് എൻഡിലൊരു പോയിൻ്റാണ് ഫ്രെയിം വർക്ക്സ്. പലരും ഫ്രെയിം വർക്ക്സ് എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു വലിയ സംഭവമായിട്ടൊക്കെ തോന്നും. അത് ആക്ച്വലി ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യം സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യാതെ അവരൊരു സ്കെൽറ്റൻ തരും. നമ്മൾ ചെയ്യുന്ന വർക്ക് കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രെയിം വർക്ക്സ് യൂസ് ചെയ്യുക. ഇപ്പോൾ Node.jsനാണെങ്കിൽ എക്സ്പ്രസ് യൂസ് ചെയ്യാം. എക്സ്പ്രസ് ഒരു വെബ് ഫ്രെയിം വർക്കാണ്. പിന്നെ പൈത്തൻ്റെ ജാങ്കോ, പിന്നെ അതേപോലെ Next.js എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. റിയാക്റ്റും Node.js ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു ഫ്രെയിം വർക്കാണ്. പിന്നെ ഇതൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട, വരുന്ന വീഡിയോസിൽ ഞാനിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഇനി വരും വീഡിയോസിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നോക്കാൻ പോകുന്നത് HTML ആണ്. HTMLൻ്റെ ബേസിക് സ്ട്രക്ചേഴ്സ് പഠിക്കും. പിന്നെ അതേപോലെ ഓർഡർ ലിസ്റ്റും അൺഓർഡർ ലിസ്റ്റ്, ലിങ്ക്സും ഇമേജസൊക്കെ എങ്ങനെയാണ്, പിന്നെ ഫോം, പിന്നെ ടാബിള്, ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ എങ്ങനെയാണ്, ടാഗ്സ്, പിന്നെ HTML സിൻടാക്സ് ഒക്കെ നമ്മൾ പഠിക്കും. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരിക CSS ആണ്. CSSലെ ഇൻലൈൻ CSS, ഇൻറ്റേർണൽ CSS, പിന്നെ അതേപോലെ എക്സ്റ്റേണലായിട്ട് എഴുതുന്ന CSS, അതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്താണ്, പിന്നെ അതേപോലെ സെലക്ടർ, പിന്നെ കളറ്, ഫോണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ CSS യൂസ് ചെയ്ത് ചേഞ്ച് ചെയ്യാം. പിന്നെ അതേപോലെ ബോക്സ് മോഡൽ, പാഡിങ്, മാർജിന്, പിന്നെ ഡിസ്പ്ലേ ആൻഡ് പൊസിഷൻസ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ തേർഡ് സ്റ്റെപ്പായിട്ട് വരാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റ് ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് DOM മാനിപ്പുലേഷൻ പഠിക്കും. പിന്നെ അതേപോലെ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ CSS പറഞ്ഞ പോലെ ഇൻറ്റേർണലായിട്ടും എഴുതാം, പിന്നെ അതേപോലെ എക്സ്റ്റേണലായിട്ടും എഴുതാം. പിന്നെ വേരിയബിൾസ് നോക്കും നമ്മൾ, ഡാറ്റ ടൈപ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ ഓപ്പറേറ്റേഴ്സും കണ്ടീഷണലായിട്ട് എങ്ങനെ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് നമുക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം. പിന്നെ അതേപോലെ അറേ, ഒബ്ജക്റ്റ്, ലൂപ്പ്, ഫങ്ഷൻസ് എല്ലാം നമ്മൾ നോക്കും. ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കും. വിഷ്വൽ സ്റ്റുഡിയോ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അതിലായിരിക്കും എഴുതുക. ഈ വിഷ്വൽ സ്റ്റുഡിയോ ഒരു IDE ആണ്, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവിറോൺമെൻറ്റ്. ഈ IDE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഡ് ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് ഒന്നുകൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IDE യൂസ് ചെയ്യുക. അതിൽ നമ്മുടെ HTMLൻ്റെയും CSSൻ്റെയൊക്കെ കൂടുതൽ എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ കംപ്ലീഷൻ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായി വരും. അതിനാണ് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ, അത് കുറച്ചുകൂടെ ഇപ്പോൾ ഏറ്റവും മാർക്കറ്റിൽ പോപ്പുലറായി നിൽക്കുന്ന ഒന്നാണ് വിഷ്വൽ സ്റ്റുഡിയോ. നമ്മൾ അതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ തൊട്ടിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.